എൻ്റെ അവൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. നമ്മളല്ല, ഞാൻ. അത് അവനറിയില്ല. അപ്പം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയും. അപ്പം ഇന്നത്തെ ബില്ല് അവരെ കൊടുക്കണ്ടേ. ഇത് അവനറിയില്ല. ഞാനൊന്ന് പോയി നോക്കാം. ആദി സെലക്ട് ചെയ്യും. നോക്ക്, തുറക്ക് നീ. ആരെ വരാ? ഇന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങണ ഡ്രസ്സിന്റെ ബില്ല് നീ കൊടുക്കണം. ഇത് ചലഞ്ചാ. ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിനക്ക് ഡ്രസ് എടുക്കും. നിനക്കാണ് കൂടുതല്. സാറില്ല, ഇന്നത്തെ ബില്ല് നീ കൊടുക്കണം. പറ്റോ? ഓ, ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ ആണോ? ആലോചിക്കട്ടെ. ഒരു മയത്തിലൊക്കെ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ തീരുമാനിക്കാം. പണി തന്നു. രണ്ടും എന്റെ ഉണ്ട്, എഴുതിയുണ്ട്. രണ്ടിലും എന്റെ പേരാ. ഏതെടുത്താലും ഞാൻ വരിക. കാണിച്ചു തരാം. ഇവള് ഇങ്ങനെ കുറച്ച് പരിപാടി അല്ല പാറുന്നുണ്ട്. എനിക്ക് പണി വന്നിട്ട് കയറി പോകണ്ടില്ലേ. എൻ്റെ അടുത്ത് നല്ല ഓഫർ ഉണ്ട്, ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ലാസ്റ്റ് ഇപ്പം എനിക്ക് പണി തന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ രണ്ടിലും എൻ്റെ പേര് എഴുതിയേക്കണതാ. പിന്നെ സത്യസന്ധമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കേ, അപ്പുറത്തെ സൈഡിൽ ഓഫർ ഉണ്ട്, അങ്ങോട്ട് പോവാം. ഇവിടെ വേണ്ട. നമ്പർ 1 എടുത്തിട്ടുണ്ട്. അതെ, ഒരു കൗണ്ട് നമുക്ക് വെക്കാം. മാക്സിമം 5 എണ്ണമൊക്കെ മതി. 5 എണ്ണം വേണ്ട, 3 എണ്ണമൊക്കെ മതി മാക്സിമം. അതൊന്നും പറ്റില്ല കേട്ടോ. ഇതെന്ത് ചീറ്റിങ്ങാ. രണ്ടാമത്തെ 3-ൽ നിർത്തുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓഫറുള്ള കാരണം വലിയ ക്ഷീണം വരില്ല. അതെടുത്തോ. എത്രയാ? അല്ല, എനിക്ക് ബ്ലാക്ക് കളറിനോട് കുറച്ച്. ഇത് 1-2 ആയിക്കോട്ടെ. എത്ര വേണമെടുത്തോ. അയ്യ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. പ്രത്യേക അഭ്യർത്ഥന മനസ്സിലായി. അവള് 3 എണ്ണത്തമ്മ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ട്രയൽ റൂമിലേക്ക് കയറിയേക്കുക. ഇനി അതുമ്മ ഫിക്സ് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അത് ഇഷ്ടപ്പെടാണ്ട് വേറെ എടുക്കാൻ പോകുന്നതിൻ്റെ പേര് ഞാൻ വീഡിയോയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എടുക്കാൻ പോയിട്ട് അതിൽ എല്ലാം ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ മാറ്റേണ്ടി വരുന്നു. പക്ഷെ അതേപോലെ തന്നെ ആയി. ഒരെണ്ണം മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതിനേക്കാളും നല്ല നേരത്തെ സെലക്ട് ചെയ്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിട്ട് ജീൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നു. വലിയ കുഴപ്പമില്ല കേട്ടോ. തിരിയങ്ങട് ഉണ്ടോ. 499 രൂപ. അത്യാവശ്യം ലാഭമാണ്. നല്ല ജീൻസാണ്. ഇത് സെയിം അല്ലേ? ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അല്ലല്ല, എനിക്ക് കിട്ടിയില്ല നല്ലത്. ഇനി അടുത്ത സ്റ്റുഡിയോയില് പോവാ. ഇവിടെ മാത്രമേ ചലഞ്ച് ഉള്ളൂ. ഇനി എൻ്റെ സെക്ഷനിലേക്ക്, ബോയ്സിൻ്റെ സെക്ഷനിലേക്ക്. കൺഫ്യൂഷനെ ഏതെടുക്കുന്നത്. ഇനി ഇടക്കിടക്ക് എന്ത് ചലഞ്ചുകൾ വെക്കിട്ട് നീ എത്ര വേണമെങ്കിലും പൊക്കോ. എത്ര വേണമെങ്കിലും എടുത്തോ. നിന്റെ കാശല്ലേ. എടുത്തെടുത്താ മതി. അതൊക്കെ എടുത്തോ. ഇനി നമുക്ക് മാത്സിലേക്ക് പോവാം. ഇതേപോലെ ചലഞ്ചുമായിട്ട്. അന്ന് ഞാൻ എഴുതിക്കൊണ്ടിരാം. ഇത് പെണ്ണുങ്ങളുടെ അല്ലേ? എന്തിട്ടത് ഇവിടുന്നെടുക്കണ്ടിരുന്ന സംശയമായിട്ട് എല്ലായിടത്തേക്കും പോവാ. ഇഷ്ടപ്പെട്ടില്ലേ? കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ നേരിട്ട് നോക്കിയിട്ട് ഇവിടെ ഇഷ്ടായില്ല അല്ലേ? പുതിയ സ്റ്റോക്കുകൾ. 2000 years later. നമ്മൾ സ്റ്റുഡിയോ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ വലിയ രസമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനുള്ള പോക്കുക. ഷോപ്പിന് ചെയ്ത് വലഞ്ഞു. രാവിലെ ഒന്നും കഴിക്കണ്ടിരുന്നില്ല. ഊണ് കഴിക്കാൻ വേണ്ടി കയറി. ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് സ്ഥിരം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. ഇവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി നല്ല ഇഷ്ടമാണ്.
കുറേ കാലമാണ് പക്ഷേ ഒരു ഏകദേശം 2-2.5 വർഷത്തിന് ശേഷം ഞാൻ ഇവിടേക്ക് വീണ്ടും തിരിച്ച് ഭക്ഷണം കഴിക്കുന്നത്. വീട്ടിലെ ഊണാണെന്ന് വിശ്വസിക്കണം. അന്നൊക്കെ നല്ല ഊണായിരുന്നു. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല എനിക്ക് കാണുമ്പോൾ നല്ല കൊതിയാവുണ്ട്. ഈ കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞു. പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അവിടെ കഴിക്കാം. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറയട്ടാ, വീഡിയോയ്ക്ക് വേണ്ടി പറയണ പോലെ പറയരുത്. എനിക്ക് പക്ഷേ എനിക്ക് ഈ ഹോട്ടലിലൊക്കെ ഒന്ന് നമ്മളിങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോഴേ എനിക്ക് സാമ്പാറാണ് ഞാൻ കൂടുതലും കഴിക്കാം. എനിക്ക് പുറത്തു വന്ന് മീൻ കറി കഴിക്കാൻ ഇഷ്ടമല്ല. ഈ കറി മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. അവളതെ അത് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. സാധാരണ ഇവളിങ്ങനെ കഴിക്കാത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ഇടിപ്പിച്ചു. അതിൽ നിന്ന് മാത്രമേ കഴിക്കാൻ പറ്റാത്തുള്ളൂ. അത് ശരിക്കും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ സ്ഥലത്തെ പർച്ചേസിന് കയറി. ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ വിശാൽ മാർട്ട് കാക്കനാടുള്ളത്. പക്ഷേ ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് മാത്രം അവൾ സെപ്പറേറ്റ്. ഇതിന് മൊത്തം ഞാൻ കൊടുത്തുമില്ലേ രാവിലത്തെ ചലഞ്ച്. അത് ഇവിടെ അവൾ അപ്ലൈ ചെയ്തു. നമ്മൾ അൺബോക്സിങ് പരിപാടിയിലേക്ക് ഇറങ്ങാം. എനിക്ക് രാവിലത്തെ ചലഞ്ച് വരുന്നില്ല. എന്തിനു പറയാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് പർച്ചേസ് അതായിരുന്നു പരിപാടി. പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ ഒരു ഡ്രസ്സുകളുണ്ട്. പക്ഷെ പുതിയ കളക്ഷൻസ് മെയിൻ ആയിട്ട് എന്താ പ്രശ്നം അറിയോ, കുറെ ഉണ്ട് ഒരേപോലത്തെ. അതിനൊക്കെ മാറ്റി ഞങ്ങൾ നേരെ വിശാൽ മാർട്ടിൽ പോയി. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം, വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമായി. അയൺ ബോക്സ് എടുത്തു എനിക്ക്. അത് വിളിക്കും. ഇത് 500 റേറ്റ് 600 രൂപ 599 രൂപ ശരിക്ക്. പക്ഷെ അവിടുത്തെ ഓഫർ പ്രൈസ് 329 ആണോ? ഇത് അവർ തന്നെ പ്രൊഡക്റ്റ് ആണ്. അവരുടെ തന്നെ പ്രൊഡക്റ്റ്. അപ്പോൾ അവര് എന്ത് പ്രശ്നമല്ല, അവര് റീപ്ലേസ്മെന്റ് 3 വർഷം വാറണ്ടി. 3 വർഷം. ഇതെനിക്കാ. എനിക്ക് സാധനം വേണം. ഈ ഫോൺ ചാർജ് ചെയ്യാൻ എനിക്ക് രാത്രിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വന്നിട്ട് ചാർജ് ചെയ്യുക. അതാണ് പ്രശ്നം. പിന്നെ ഇവിടുന്ന് ഇതൊരെണ്ണം മേടിച്ചു. ഇത് രണ്ടും ഞങ്ങൾ പേഴ്സണലി മേടിച്ചതാണ്. ഇത് നമ്മുടെ ചലഞ്ചിൽ ഉൾപ്പെടുന്ന സാധനങ്ങളല്ല. ഈ അയൺ ബോക്സ് ഒക്കെ വേറെ. ഇതാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ എൻ്റെ ഡ്രസ്സ്. ഞാൻ കാണിക്കും. ഞാനും കാണിച്ചോളാം. ഇതെനിക്കൊരു ടീഷർട്ട്. എനിക്കെന്നറിയോ, എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അധികം ഡ്രസ്സുകളില്ല. പിന്നെ ഓഫീസിലേക്ക് പോകുമ്പോഴും അതെ. ഒന്നല്ലേ നമ്മൾ ഓഫീസിലേക്ക് സ്ഥിരമായിട്ട് ഇട്ടിട്ട് അത് ആകെ തന്നെയാവും. പിന്നെ ഓഫീസിലേക്ക് മാത്രമായിട്ട് ഇടാറ്. ഇത് പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യാനും കുറച്ചാൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലേക്ക് ഇടാൻ വേണ്ടി എടുക്കാമല്ലോ. ഒരു ടീഷർട്ട് എടുത്തു ഫുൾ സ്ലീവ്. ഇതിന് എത്രയാന്ന് പറയണ? ഇതിന് വെറും 149 രൂപ മാത്രം. വിശാൽ മാർട്ട്. അത് ശരിയാ. ഇതിന് 199 200 രൂപ വിശാൽ മാർട്ടിൽ. ക്വാളിറ്റി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അപ്പം അതേതാ സർപ്രൈസ് പോയി. ഇത് വെറും എത്ര? 149. ഇത് വെറും 99 രൂപ മാത്രം. 99? വെറും 99. ചുമ്മാ എല്ലാ ദിവസം ഇടണതല്ലേ എന്ന് വെച്ചിട്ട് വില കൂടുതൽ ആദ്യം വീഡിയോ വിലയുടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഒന്നാമതെല്ലാ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾക്കായിരുന്നു നല്ല വില കുറവുണ്ട്. ഇതൊക്കെ ഒരു മീഡിയം അല്ല, ഇതൊക്കെ മീഡിയത്തിനും താഴെയാ ഈ 99 ഒക്കെ. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ ഒരു മീഡിയം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു ടീഷർട്ട് എത്രയാ? 4 എടുത്തുണ്ടോ? 3 എന്റെ സാധനങ്ങൾക്ക് 500 രൂപയായി. 500 രൂപ എനിക്ക് 3 കിട്ടി. എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവൾക്ക് നല്ല ലാഭമായി. ഇവൾക്ക് 3 നല്ല കിട്ടിയ, കുറെ എണ്ണം കിട്ടിയില്ലേ? ഇല്ല 3 എടുത്തിട്ടുള്ളൂ. മാക്സിമം യൂസ് ചെയ്തു. ഇല്ല കേട്ടാ, 3 എടുത്തിട്ടുള്ള ഞാൻ. രണ്ട് ഐറ്റംസ് കഴിഞ്ഞുകൊണ്ട് അല്ല ഇതെന്റെയാ. അതെനിക്ക് വേണം. 70 രൂപയ്ക്ക് 3 സോക്സ്. 70 ആണോ? 70 രൂപയ്ക്ക് 3 സോക്സ്. അപ്പം എൻ്റെ ഐറ്റംസ് എന്താ? ഞാനുണ്ടല്ലോ ഒരേപോലത്തെ 3 എടുത്തു. നിന്റെയാണ് 149 അല്ലേ? ഇവളുടെ ആണ് എല്ലാം. ഇത് ഇവൾക്ക് ഭയങ്കര ലാഭമായിട്ടാ.
അത്യാവശ്യം നല്ല കാണുമ്പോഴായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഫീസിക്കൊക്കെ സ്ഥിരം ഇടാൻ വേണ്ടിയിട്ടുള്ള പക്ക സാധനം 149 രൂപയ്ക്കൊക്കെ വൻ ലാഭമാണ്. അതെ, ഞങ്ങൾ കൊച്ചിയിൽ ഇപ്പം എല്ലാവരും വിചാരം എന്താ അറിയൂ, കൊച്ചിയിൽ ജീവിക്കുമ്പോൾ ഭയങ്കര ലക്ഷറി ലൈഫാണ്, ലാവിഷ് ലൈഫാണെന്ന്. ഇതാണ് കൊച്ചിയിൽ ലൈഫ്. നമ്മൾ നാട്ടിലുള്ള സമയത്ത് 500, 800, 1000 അതിനൊക്കെ ഡ്രസ്സ് എടുക്കുക. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ 150, 200. പൈസ ഇല്ലാത്തോണ്ടാണ്, പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങും. ഇത് കണ്ടോ അടുത്തത്. എനിക്കെന്നാലേ എനിക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഡ്രസ്സ് മേടിച്ച് പൈസ കളയാറില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ട് കളയാം. ഇവള് പക്ഷേ ഇല്ല, ഇവള് സാലറി കിട്ടി കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെ അധികം കഴിക്കില്ല, ഡ്രസ്സാണ് ഇവള് മെയിനായിട്ട്. കുറേ ഡ്രസ്സ് വാങ്ങുമായിരുന്നു, ഇപ്പം ഞാൻ ആ പരിപാടി നിർത്തിയില്ലായിരുന്നു. കണ്ടോ അടുത്തത്. മൂന്നൊരു ഏകദേശം സെയിം പാറ്റേണാ, പക്ഷെ നല്ല രസമുണ്ട്. ആണോ? പക്ക സെയിം ആണ്, പക്ഷെ പിന്നെ കുറച്ച് റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതും കാണിക്കേ, ഇതൊക്കെ എല്ലാവരും ഇടണ തന്നെയല്ലേ. ഇങ്ങനത്തെ ഷിമ്മി പോലത്തെ സംഭവങ്ങളില്ലേ, ഇതിനെന്താ പറയാ, ഞങ്ങള് ഷിമ്മി. ഞാനും ഷിമ്മി 59 പെറ്റിക്കോട്ട് എന്നിട്ടപ്പോ ഷിമ്മി തന്നെയാ, ഇതിനെ ഷിമ്മി തന്നെ പറയാ. ബ്രാൻഡഡ് അല്ല എന്ന് മാത്രം. വിശാലിൻ്റെ ബ്രാൻഡ്, വിശാൽ ബ്രാൻഡ്. ഇവിടെ ഇന്ന് ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൻ്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഹിന്ദിക്കാരും തമിഴന്മാരൊക്കെയാ. നമ്മൾ മൺഡേ മുതൽ സാറ്റർഡേ വരെ പണിയെടുത്തിട്ട് ഞായറാഴ്ച കിടന്ന് ഉറങ്ങുക, അതാണ് ഞങ്ങളുടെയൊക്കെ പരിപാടി. ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം നല്ല അടിപൊളി ചലഞ്ച് ആയിരുന്നു. ഇനി ഇതുപോലത്തെ ഇടയ്ക്ക് ഓരോ ചലഞ്ചുകൾ ഞാൻ വെക്കുന്നതായിരിക്കും. അടുത്ത സൺഡേ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ചലഞ്ച് ചലഞ്ച് വേണ്ട, ഇത് അടുത്ത ആഴ്ചയോട് കൂടി ഇങ്ങനത്തെ ചലഞ്ച് നിർത്താം. ചലഞ്ചുകൾ വല്ല ഫുഡ് അടി ചലഞ്ച്, ചലഞ്ചുകൾ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.